ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കാൻ ഒരുങ്ങുന്നുവെന്ന് അമേരിക്കയും ഇസ്രായേലും സ്ഥിരീകരിച്ചത് പോയ ദിവസമാണ്. ഇസ്രായേൽ ഇന്റലിജൻസ് തന്നെയാണ് ഇതിന് ഔദ്യോഗിക സ്ഥിരീകരണം നൽകിയത്. ഏതു സമയവും ആക്രമണം നേരിടാൻ ഇസ്രായേൽ തയ്യാറെടുക്കുന്നു. ഇതോടെ ഇസ്രായേലിന്റെ സഹായത്തിനെത്തിയ അമേരിക്ക മേഖലയിലേക്ക് തങ്ങളുടെ ഏറ്റവും ശക്തമായ സ്ട്രൈക്കിംഗ് ഫോഴ്സിനെ തന്നെയാണ് അയക്കുന്നത്. ആണവശക്തിയായി അംഗീകരിച്ചിട്ടില്ലെങ്കിലും ഇറാൻ ആണവായുധങ്ങൾ കൈവശമുള്ള രാജ്യമാണ്. ഇസ്രായേലും ആണവശക്തി തന്നെ. ഏത് കൈവിട്ട കളിയും ഇറാൻ കളിക്കുമെന്ന് അമേരിക്കയ്ക്ക് ഉറപ്പാണ്. ഒരു വശത്ത് നിന്ന് ഇറാൻ നേരിട്ട് ആക്രമണം നടത്തുമ്പോൾ മറുവശത്ത് നിന്ന് ഇറാന്റെ നിഴൽ പട്ടാളമായി ഹിസ്ബുള്ളയും ഇസ്രായേലിനെ ആക്രമിക്കും. ഫലസ്തീനിൽ ഇറാന്റെ പിന്തുണയുള്ള ഹമാസുമായി ഇസ്രായേൽ യുദ്ധത്തിലാണ്. പിടിച്ചു നിൽക്കാനാവാതെ വന്നാൽ ആണവായുധങ്ങളെ ഇറാൻ ആശ്രയിച്ചേക്കുമെന്ന് ഇസ്രായേലും അമേരിക്കയും ഭയക്കുന്നുണ്ട്. ഇത് മുന്നിൽ കണ്ടാണ് ഇറാന്റെ ആണവ പദ്ധതികളെ അമേരിക്ക എന്നും എതിർത്തിരുന്നത്. ഗാസ യുദ്ധത്തിലെ ഇസ്രായേൽ നിലപാടിനോട് എതിർപ്പുണ്ടെങ്കിലും സഖ്യകക്ഷിയെ സംരക്ഷിക്കേണ്ടത് അമേരിക്കയുടെ ഉത്തരവാദിത്തമാണ്. അതിനാൽ തന്നെ മേഖലയിലെ ഇറാന്റെ ഏതൊരു യുദ്ധനീക്കവും അമേരിക്കയ്ക്ക് തടുത്തേ മതിയാകും. കഴിഞ്ഞ ദിവസമാണ് അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഔസ്റ്റിൻ അമേരിക്കയുടെ കരുത്തരായ നാവികപ്പടയോട് ഗൾഫ് ഓഫ് ഒമാനിലേക്ക് അടിയന്തരമായി തിരിക്കാൻ ഉത്തരവിട്ടത്. അമേരിക്കയുടെ സെൻട്രൽ കമാൻഡിന്റെ കീഴിലുള്ള സ്ട്രൈക്കിംഗ് ഫോഴ്സാണ് പശ്ചിമേഷ്യയിലേക്ക് തിരിച്ചിരിക്കുന്നത്. നിമിറ്റ്സ് യുദ്ധക്കപ്പലുകളുടെ ശ്രേണിയിൽപ്പെട്ട യുദ്ധവിമാനവാഹിനിയായ USS അബ്രഹാം ലിങ്കൺ, ഒഹായോ ക്ലാസ് അന്തർവാഹിനിയായ USS ജോർജിയ എന്നിവയാണ് പെന്റഗന്റെ ഓർഡറിനെ തുടർന്ന് മേഖലയിലേക്ക് തിരിച്ചത്. അമേരിക്കയുടെ കരുത്തറ്റ യുദ്ധവിമാന വാഹിനികളിൽ ഒന്നാണ് USS അബ്രഹാം ലിങ്കൺ. നിലവിൽ പസഫിക് ഉൾക്കടലിൽ നിലയുറപ്പിച്ചിരിക്കുന്ന അബ്രഹാം ലിങ്കൺ ചെങ്കടലിൽ നിലവിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന USS തിയോഡർ റൂസ്വെൽറ്റ് സ്ട്രൈക്കിംഗ് ഗ്രൂപ്പിന് പകരമായാണ് ഗൾഫ് ഓഫ് ഒമാനിലേക്ക് കുതിക്കുന്നത്. അമേരിക്കയുടെ തന്നെ ഏറ്റവും പ്രസിദ്ധമായ സേനാ വിഭാഗമായ കരിയർ സ്ട്രൈക്ക് ഗ്രൂപ്പ് 3 അബ്രഹാം ലിങ്കണിലെ സ്ട്രൈക്കിംഗ് ഫോഴ്സ്. ഡെസ്ട്രോയർ സ്ക്വാഡ്രൺ 21ന്റെ ആസ്ഥാനം. നിമിറ്റ്സ് ക്ലാസ് വിഭാഗത്തിൽപ്പെടുന്ന 10 എയർക്രാഫ്റ്റ് കാരിയറുകളിൽ ഒന്നാണ് ഇത്. ആണവായുധ ശേഷിയുള്ള യുദ്ധവിമാനങ്ങളും ആയുധങ്ങളും വഹിക്കാൻ ശേഷിയുള്ള യുദ്ധവിമാന വാഹിനികളാണ് നിമിറ്റസ് ക്ലാസ് വാർഷിപ്പുകൾ. രണ്ടാം ലോക മഹായുദ്ധത്തിലെ പസഫിക് ഫ്ലീറ്റ് കമാൻഡറായിരുന്ന ഫ്ലീറ്റ് അഡ്മിറൽ ചെസ്റ്റർ W നിമിറ്റ്സിനോടുള്ള ആദര സൂചകമായിട്ടാണ് അമേരിക്കൻ നേവി തങ്ങളുടെ ആണവ യുദ്ധക്കപ്പലുകൾക്ക് ആ പേര് നൽകിയത്. പശ്ചിമേഷ്യയിൽ മുമ്പും വിവിധ ഓപ്പറേഷനുകളിൽ അമേരിക്കൻ ഫോഴ്സിന്റെ കുന്തമുനയായിരുന്നു CVN 72 എന്നറിയപ്പെടുന്ന USS എബ്രഹാം ലിങ്കൺ. 91-ലെ ഗൾഫ് വാറിനെ തുടർന്നുണ്ടായ ഓപ്പറേഷൻ ഡെസേർട്ട് സ്റ്റോമിന് നേതൃത്വം കൊടുക്കാൻ അപ്രതീക്ഷിതമായി പസഫിക് മേഖലയിൽ നിന്ന് കുതിച്ചെത്തിയതും ഇതേ എബ്രഹാം ലിങ്കണാണ്. 90 എയർക്രാഫ്റ്റുകളെ വഹിക്കാൻ ശേഷിയുണ്ട് 332.8 മീറ്റർ നീളമുള്ള ഈ നിറ്റ്മസ് ക്ലാസ് കപ്പലിന്. ഇവയിൽ F-35C ലൈറ്റ്നിംഗ് 2 ജെറ്റുകളും MH-60S ഹെലികോപ്റ്ററുകളും ഉൾപ്പെടും. ഒരിക്കലും അടിയറവ് പറയില്ല എന്നതാണ് എബ്രഹാം ലിങ്കന്റെ ആപ്തവാക്യം. സാധാരണഗതിയിൽ യുദ്ധവിമാനവാഹിനികളുടെ അധികം ദൂരയില്ലാതെ ഒരു അന്തർവാഹിനിയും ഫ്ലീറ്റിനുള്ളിലായി തന്നെ നിലയുറപ്പിക്കാറുണ്ട്. എന്നാൽ ഇത്തവണ എബ്രഹാം ലിങ്കന്റെ ഫ്ലീറ്റിന് പുറമേയാണ് സബ്മറൈനായ US ജോർജിയയെ അമേരിക്ക മിഡിൽ ഈസ്റ്റിലേക്ക് അയക്കുന്നത്. ഒഹായോ ക്ലാസ് ബാലിസ്റ്റിക് മിസൈൽ സബ്മറൈനാണ് 1982-ൽ കമ്മീഷൻ ചെയ്ത ജോർജിയ. ആണവായുധ ശേഷിയുള്ള അന്തർവാഹിനി എന്നർത്ഥം. 109.73 മീറ്റർ നീളമുള്ള ഈ അന്തർവാഹിനിയിൽ 4 ടോർപിഡോ ട്യൂബുകളും 154 ടൊമഹാക് മിസൈലുകളുമുണ്ട്. 15 ഓഫീസർമാരടക്കം 150 നാവികരാണ് ഈ അന്തർവാഹിനിയിൽ ഒരേ സമയം സേവന സജ്ജരായിരിക്കുന്നത്. 2 ആഴ്ചയ്ക്കകം എബ്രഹാം ലിങ്കണും ജോർജിയയും ചെങ്കടലിലെത്തും. അതുവരെ തിയോഡർ റൂസ്വെൽറ്റ് ചെങ്കടലിൽ തുടരും. അമേരിക്ക മുമ്പൊരിക്കലും പരസ്യമായി തങ്ങളുടെ സബ്മറൈൻ്റെ ഡിപ്ലോയ്മെന്റ് സംബന്ധിച്ച വിവരങ്ങൾ വെളിപ്പെടുത്തിയിട്ടില്ല. ഇതാദ്യമായി നടത്തുമ്പോൾ അത് നൽകുന്ന സൂചന ഇറാൻ ആക്രമിക്കാൻ തീരുമാനിച്ചിരിക്കുന്നുവെന്ന് അമേരിക്കയ്ക്ക് വ്യക്തമായി എന്ന് തന്നെയാണ്. പരസ്യമായി സൈനിക ഡിപ്ലോയ്മെന്റ് പെന്റഗൺ പ്രഖ്യാപിച്ചത് ഇറാനുള്ള മുന്നറിയിപ്പാണ്. തങ്ങളുടെ ഏറ്റവും വലിയ സഖ്യകക്ഷിയായ ഇസ്രായേലിന് കവചമൊരുക്കാൻ അമേരിക്ക മുന്നിൽ തന്നെയുണ്ട് എന്ന മുന്നറിയിപ്പ്. അടിച്ചാൽ പൊടി പോലും ബാക്കി വെക്കില്ലെന്ന താക്കീതും.